കഴിഞ്ഞ വീഡിയോകളിൽ നാം ക്ലിപ്പ് ഗ്രാഫിക്സ്, കളർ ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയുള്ള ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻ എഫക്റ്റ് എന്ന് പരിചയപ്പെടാം. ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് മാറുമ്പോൾ നൽകുന്ന എഫക്റ്റിനാണ് ട്രാൻസാക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. കൈൻമാസ്റ്ററിൽ നാം ആഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ എഡിറ്റിങ്ങിലേക്ക് നാം ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ്, ആ ഒരു ഫോട്ടോയുടെയും മറ്റൊരു ഫോട്ടോയുടെയും ഇടയ്ക്ക് ഒരു ട്രാൻസാക്ഷൻ എഫക്റ്റ് നൽകാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കൈൻമാസ്റ്ററിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇതിനകം 3 വീഡിയോകൾ കഴിഞ്ഞിട്ടുണ്ട്. അവകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കാണാത്തവർ അത് കാണുക. തുടർന്നും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എസ് എം മൊബൈൽ ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഫോട്ടോസിൻ്റെയും ഇടയ്ക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എഫക്റ്റ് എന്നുള്ള ഒരു ഭാഗം വലത് സൈഡിൽ കാണാം. ധാരാളം ട്രാൻസാക്ഷൻ എഫക്റ്റുകൾ കാണാൻ പറ്റും. ഇതിൽ കുറേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻ എഫക്റ്റ് എന്നതിൻ്റെ ഏറ്റവും താഴെ ഗെറ്റ് മോർ എന്ന ഒരു ഭാഗം കാണാം. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എഫക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വീഡിയോകളിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ എഫക്റ്റ് എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൽ ധാരാളം എഫക്റ്റുകൾ ലഭ്യമാണ്. ആദ്യമായിട്ടാണ് കൈൻമാസ്റ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഡിഫോൾട്ട് എഫക്റ്റുകളൊന്ന് ചേർക്കാം. ഏറ്റവും താഴെ 3D ട്രാൻസാക്ഷൻ എന്ന് കാണാം. അത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയാൽ 3D സ്റ്റൈലിലുള്ള ട്രാൻസാക്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടമുള്ള ഒരു ട്രാൻസാക്ഷൻ ടച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ പ്രിവ്യൂ കാണാം. ധാരാളം എഫക്റ്റുകളുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ 1ാമത്തെ ആ ഒരു പിക്ചറിന് ട്രാൻസാക്ഷൻ ആഡ് ചെയ്തു. ഇനി 2ാമത്തെ ആ ഒരു പിക്ചറിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക. ശേഷം ട്രാൻസാക്ഷൻ എഫക്റ്റിൽ നിന്ന് ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ വലതുവശത്ത് കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 ഫയലിന് ഞാൻ ട്രാൻസാക്ഷൻ ആഡ് ചെയ്തു. ഇനി 3ാമത്തെ ഫയലിനായിട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് ട്രാൻസാക്ഷൻ എഫക്റ്റിൻ്റെ ഓപ്ഷൻസ് ഓപ്പൺ ആകും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യാം. വിവിധ തരത്തിലുള്ള ട്രാൻസിഷൻ കാണാം. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓരോ ട്രാൻസിഷൻ എഫക്റ്റുകൾ ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രിവ്യൂ നമുക്ക് സ്ക്രീനിൽ കാണാം. തൊട്ടു താഴെയായി ഒരു നമ്പർ ബാർ കാണാം. അതായത് ആ ഒരു ട്രാൻസാക്ഷൻ എഫക്റ്റിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് താഴെ കാണുന്ന നമ്പർ ബാർ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ എഫക്റ്റിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാം. ട്രാൻസാക്ഷൻ നൽകിയ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ വലതുവശത്ത് കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ഫയലിൻ്റെ ട്രാൻസാക്ഷൻ നൽകണമെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ഒരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ വലതുവശത്ത് കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. വീണ്ടും പറയുന്നു, ആദ്യമായി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ട്രാൻസിഷൻ എഫക്റ്റുകൾ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ ഇതുപോലെ ട്രാൻസിഷൻ എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഗെറ്റ് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് അസറ്റ് സ്റ്റോറിൽ നിന്ന് ട്രാൻസിഷൻ എഫക്റ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതുവരെ ട്രാൻസിഷൻ എഫക്റ്റുകൾ നൽകിയ ആ ഒരു ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് കാണാം. ഇനിയും ധാരാളം കാര്യങ്ങൾ കൈൻമാസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്നുള്ള വീഡിയോകൾ കാണുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. നിർത്തുന്നു. നന്ദി.